ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മഹിയുടെ കൂടെ പുറത്തേക്ക് വന്നതാണ് ആര്. ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ മാളിലേക്കാണ് ഇരുവരും വന്നത്. ആര് തനിക്കുള്ള ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ മഹിക്കും ഉള്ളതും എടുത്തു. എല്ലാം കൂടെ പാക്ക് ചെയ്ത് അവരിറങ്ങുമ്പോഴാണ് അവരുടെ അടുത്തേക്കായി ആയിഷ വന്നത്. അവനെ കണ്ടതും അതുവരെ ചിരിയോടെ നിന്നിരുന്ന മഹിയുടെ മുഖം ഇരുണ്ടു. അത് മനസ്സിലാക്കി ആരു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഹായ് ആരുഷി, കുറെ ആയില്ല കണ്ടിട്ട്. ആരുവിനെ നോക്കിക്കൊണ്ട് ചിരിയോട് ആയിഷ ചോദിച്ചു. തൻ്റെ അച്ഛനെ കൊന്നത് മഹിയാണെന്ന് വരുത്തി തീർക്കാൻ മഹിക്കെതിരെ കള്ളത്തെളിവുണ്ടാക്കിയത് ആയിഷാണെന്ന് ഷാരോൺ പറഞ്ഞത് മുതൽ ആരുവിന് ആയിഷിനോട് ദേഷ്യമായിരുന്നു. എങ്കിലും അവൻ്റെ കൂടെ 2 പെണ്ണുങ്ങളുള്ളത് കൊണ്ട് ദേഷ്യം പുറത്ത് കാണിക്കാതെ ആയിഷ പറഞ്ഞതിന് ചിരി വരുത്തി. കഴിഞ്ഞോ നിങ്ങളുടെ ഷോപ്പിംഗ്? ഇത്ര കുറച്ചാണോ ഷോപ്പിംഗ് ചെയ്ത് വാങ്ങിയത്? അവരുടെ കയ്യിലെ വളരെ കുറഞ്ഞ കവറുകൾ കണ്ട് മഹിയൊന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ആരുവിനോടായി ആയിഷ ചോദിച്ചു. മഹിക്ക് അവനോട് തിരികെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും തൻ്റെ കയ്യിൽ മുറുകി ആരുവിൻ്റെ കൈകൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് തന്നോട് യാചിക്കും പോലെ തോന്നിയതും അവളെയോർത്ത് മാത്രം മഹി ഒന്നും മിണ്ടാതെ മുഖം വേർപ്പിച്ചു നിന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അനാവശ്യമായി കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഭാവമാറ്റം ഏതുമില്ലാതെ ചെറു ചിരിയോടെ തന്നെ ആരും ആയിഷിനോട് പറഞ്ഞു. എന്തോ അവൾക്ക് അവനോട് ദേഷ്യപ്പെടാൻ തോന്നിയില്ലായിരുന്നു. ആരുവിൻ്റെ മറുപടി ആയിഷിന് തൃപ്തികരമല്ലായിരുന്നെങ്കിലും മുഖത്ത് ചിരി കളയാതെ അവൻ നിന്നു. ഇതാരാ മോനെ? ആയിഷിന്റെ കൂടെയുള്ള പ്രായമായ സ്ത്രീ ആരുവിനെയും മഹിയെയും സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മേ, ഇതാ ഞാനിടയ്ക്ക് പറയാനുള്ള ആരുഷി. ആരുഷി, ഇതെൻ്റെ അമ്മ ഭാനുമതി. ഇത് പെങ്ങൾ ആത്മിക. ആയിഷ തൻ്റെ ഇടവും വലവും നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് അവളോട് പറഞ്ഞതും ആരുവരെ നോക്കി തിരിച്ചെന്ന് വരുത്തി. എന്നാൽ തൻ്റെ പേര് കേട്ട് ആത്മികയുടെ മുഖത്ത് ദേഷ്യം നിറയുന്നത് ആര് വ്യക്തമായി ശ്രദ്ധിച്ചിരുന്നു. മോളെക്കുറിച്ച് ഇവൻ പറയാറുണ്ട്. അല്ല, ഇതാരാ? ആരുവനോടായി ചെറു ചിരിയോടെ ഭാനുമതി പറഞ്ഞതും അവളുടെ കൂടെ നിൽക്കുന്ന മഹിയെ കണ്ട് സംശയത്തിൽ ചോദിച്ചു. ഇതെന്റെ ഭർത്താവാണ്. മഹിയോട് കൂടുതൽ ചേർന്ന് നിന്ന് നിറച്ചിരിയോട് ആരും അവരോടായി പറഞ്ഞതും ആയിഷിന്റെ മുഖം വരുന്നു. അവന് മഹിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഞങ്ങൾ ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ വൈകി. അവരോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാതെ ആരും പറഞ്ഞു. കൂടാതെ മഹിയെ പിടിവിട്ട അവിടെ ആകെ പ്രശ്നമായാലെന്ന് കരുതി ആരും അവരോട് അത്രമാത്രം പറഞ്ഞ് മഹിയുടെ കൂടെ പാർക്കിങ്ങിലേക്ക് നടന്നു. അവൻ എന്താടി നിന്നെ കാണുമ്പോൾ ഇത്ര ഒലിപ്പീര്? നടക്കുന്നതിനിടയിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ മഹി ആരുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ആയിഷിനെ കണ്ട് അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ആരുവിനോട് ചോദിച്ചു. ആ, അതെനിക്കെങ്ങനെ അറിയാനാ? മയേണ്ടത് മൈൻഡ് ചെയ്യണ്ട നീ. ആരും അത് കാര്യമാക്കാതെ പറഞ്ഞു. എനിക്കിതൊന്നും തീരെ ഇഷ്ടാകുന്നില്ല. പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല. മഹി ആയിഷിനോട് ദേഷ്യത്തിൽ പറഞ്ഞു. പോട്ടെ മഹിയേട്ടാ, വെറുതെ ഒരു പ്രശ്നത്തിന് പോകണ്ട. നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. മഹിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച അത്രയും പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മഹി ഒന്ന് തറപ്പിച്ച് മൂളി. എന്നാലും ആയിഷിനെ വെറുതെ വിടാൻ മഹിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവർ പിന്നെ ഭക്ഷണം കഴിക്കാനായിരുന്നു പോയത്. നിനക്കെന്താ വേണ്ടത്? ഒഴിഞ്ഞൊരു ടേബിളിലേക്ക് ഇരുന്ന് മെനു കാർഡ് എടുത്ത് നോക്കിക്കൊണ്ട് മഹി ആരുവിനോട് ചോദിച്ചു. എനിക്കൊരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു ബീഫ് ചില്ലി. ആര് വേഗം വെയിറ്ററോട് പറഞ്ഞു. മഹി പിന്നെ നോൺ വെജ് ആയിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത ഭക്ഷണം വന്നതും ആര് കൊതിയോടെ നോക്കി കഴിക്കാൻ തുടങ്ങി. കോവിലക്കത്തെ നോൺ വെജ് ഐറ്റംസ് ഒന്നും കയറ്റത്തില്ല. കൂടെ ആരും അല്ലാതെ അവിടെ ആരും ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും പുറത്തു നിന്നാണ് ആരുവിൻ്റെ കഴിപ്പ്. ആര് തനിക്ക് കഴിക്കാനെടുത്ത ഉരുളം മഹിക്ക് നേരെ നീട്ടി. കാരണം അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യമുള്ള അത് മഹിക്കാണെന്നാണ് മഹിയുടെ വെപ്പ്. ആരും നീട്ടിയ ഉരുള കണ്ട് മഹി കയറുപോടെ അവളെ നോക്കിയതും ആരവനെ നോക്കി പല്ലലിച്ച് കാണിച്ച് കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൊരു സിനിമയൊക്കെ കണ്ടതിന് ശേഷമാണ് ഇരുവരും കോവിലകത്തേക്ക് മടങ്ങിപ്പോയത്. കോവിലകത്തെത്തിയത് മുതൽ പിറ്റേ ദിവസം സൂര്യ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊടുത്തുവിടാനുള്ള ഫയൽ നോക്കുകയായിരുന്നു ആരും. ഡേ ആരുഷി, മാതി അതൊക്കെ നോക്കിയത്, വാ കിടക്കാം. ഇതൊന്നും ഇപ്പം നോക്കിയാൽ തീരില്ലെന്ന് മനസ്സിലാക്കിയ മഹി ബെഡിൽ കിടന്ന് ഈർഷ്യയോടെ അവളെ നോക്കിക്കൊണ്ട് വിളിച്ചു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ മഹിയേട്ടന് ഉറങ്ങിക്കോ. ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെ ആര് പറഞ്ഞു. നീ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് അറിയില്ലേ? ആര് പറഞ്ഞതിൽ ഇഷ്ടപ്പെടാതെ മഹി പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടി ക്ഷമിക്കും മഹിയേട്ടാ, ഇതിപ്പോൾ തീരും. ഫയലിൽ നിന്നും കണ്ടു മാറ്റാതെ തന്നെ ആര് പറഞ്ഞതും മഹി ദേഷ്യത്തിൽ പല്ല് കടിച്ച് പില്ലോയിലേക്ക് മുഖം പൊഴുത്തി കിടന്നു. ഫയലെല്ലാം നോക്കി സൈൻ ചെയ്ത് കഴിഞ്ഞതും ആരും അതെല്ലാം സൂര്യയെ ഏൽപ്പിക്കാൻ വേണ്ടി താഴേക്ക് നടന്നു. സൂര്യയുടെ റൂമിന്റെ ഡോറ് പകുതി ചാരിയത് കണ്ട് ആരും ഉള്ളിലേക്ക് കയറാൻ മടിച്ച് വിളിച്ചു നോക്കിയെങ്കിലും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആര് പതിയെ ചാരി വെച്ച ഡോറ് തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറിയതും കണ്ടു നിരത്ത് പാവരിച്ച് അതിൽ കിടക്കുന്ന ഇന്ദുവിന്. അല്ല, അമ്മന്റെ താരയിൽ കിടക്കുന്നത്? ശബ്ദം കേട്ട് എണീറ്റ് ഇന്ദുവിനെ നോക്കി സംശയത്തിൽ ആര് ചോദിച്ചു. എന്നാൽ ആര്യവനെ കണ്ടതും കൂടെ അവളുടെ ചോദ്യം കൂടിയായതും എന്ത് പറയണമെന്ന് അറിയാതെ വിളറിപ്പോയി. അത് പിന്നെ മോളെ, വല്ലാത്ത നടുവേദന.
ആ ബെഡിൽ കിടന്ന അത് കൂടത്തേ ഉള്ളൂ, അതാ താഴെ ഇറങ്ങി കിടന്നത്. ആരിവിന്റെ മുഖത്ത് നോക്കാൻ ഇന്ദു പറഞ്ഞു. എന്നാൽ ഇന്ദു പറഞ്ഞത് കള്ളമാണെന്ന് ആരിവിന് മനസ്സിലായിരുന്നു. എന്തിനു വേണ്ടി അവരൊരു കള്ളം മറക്കാൻ മറ്റൊരു കള്ളം പറയുന്നു എന്ന സംശയം അവൾ ഉയർന്നു. എന്നാലും അതേപറ്റിയൊന്നും ആരും ഇന്ദുവിനോട് ചോദിച്ചില്ല. അല്ല, മോളെന്തിനാ വന്നത്? വിഷയം മാറ്റാൻ എന്നവണ്ണം ഇന്ദു ചോദിച്ചു. ഞാൻ ഈ ഫയലിൽ അച്ഛന് കൊടുക്കാൻ വന്നതാ. ആ, സൂര്യേട്ടൻ ആർക്കും ഫോണ് വിളിക്കാണ്, മോളത് അവിടെ വെച്ചേക്ക്, വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇന്ദു പറഞ്ഞത് കേട്ട് ആരും ഒന്ന് മൂളി കയ്യിലുള്ള ഫയലെല്ലാം ടേബിളിൽ വെച്ച് തിരികെ നടന്നു. എന്താ മോളെ? ഡോറിന്റെ അടുത്തെത്തിയതും ആര് തിരിഞ്ഞ് ഇന്ദുവിനെ നോക്കിയതും അവർ സംശയത്തോടെ ചോദിച്ചു. നല്ല വേദന ഉണ്ട് അമ്മേ, ഹോസ്പിറ്റലിൽ പോണോ? അതിന് മാത്രമൊന്നുമില്ല മോളെ, മോള് പോയി കിടന്നോ? ചെറുചിരി വരുത്തിക്കൊണ്ട് ഇന്ദു പറഞ്ഞതും ആരും അവരെ നോക്കി തലയാട്ടി റൂമിലേക്ക് നടന്നു. ഇന്ദുവിന്റെ മാറ്റം ആര്യവിനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഇന്ദു എന്തോ തങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെന്ന് ആര്യവിന് ഉറപ്പായിരുന്നു. എല്ലാം കൂടി ആലോചിച്ച് അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. തുറന്നിട്ട ബാൽക്കണി ഡോർ കാറ്റിലടഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയതും ആര് തന്റെ മാറിൽ മുഖം പൂഴ്ത്തി വെച്ച് തന്നെ വരിഞ്ഞു മുറുക്കി കിടന്നുറങ്ങുന്ന മഹിയെ എങ്ങനെയൊക്കെയോ ഉണർത്താതൊരുവിധം ബെഡിലേക്ക് കിടത്തി ആരെണീറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ഡോറടക്കാൻ നേരത്താണ് താഴെ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം അവൾ ശ്രമിച്ചത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആര് ചുറ്റും നോക്കിയതും ഇരുട്ടിൽ 2 രൂപങ്ങൾ ചായപ്പിലേക്ക് കയറി ഡോറടക്കുന്നത് കണ്ട് ആര് സംശയത്തിൽ സമയം നോക്കി. ആര് പോകാതെ പഴയ സാധനങ്ങൾ പൂട്ടിയിട്ട ചായപ്പിലേക്ക് ഈ അർദ്ധരാത്രി ആരാണ് കയറിപ്പോയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആകെ ഇരുട്ടായത് കൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് കയറിയവരെ അവൾ ശരിക്കും കണ്ടില്ലായിരുന്നു. അതിനുള്ളിലേക്ക് കയറിപ്പോയവർ സമയം കുറച്ച് കഴിഞ്ഞിട്ട് തിരികെ വരാത്തത് കണ്ട് ആര് റൂമിലേക്ക് തന്നെ അവനും ബാൽക്കണി ഡോർ അടച്ച് ശബ്ദമുണ്ടാക്കാതെ റൂമിന്റെ ഡോർ തുറന്ന് താഴേക്ക് നടന്നു. ആര് നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ പകുതി തുറന്നു കിടക്കുന്നത് കണ്ട് ആരും അതുവഴി ചായപ്പിലേക്ക് ഇറങ്ങാൻ നേരമാണ് നേര്യത്തിന്റെ തലപ്പ് കൊണ്ട് കഴുത്തിലും മുഖത്തുമുള്ള പൊടിഞ്ഞ വിയർപ്പൊപ്പി ഇന്ദു ഉള്ളിലേക്ക് കയറി വന്നത്. പ്രതീക്ഷിക്കാതെ തന്നെ മുന്നിൽ കണ്ട് ഇന്ദു ഞെട്ടുമെന്ന് ആര് വിചാരിച്ചുവെങ്കിലും അവരിൽ അങ്ങനെ ഒരു മാറ്റം ഇല്ലാത്തത് കണ്ട് ഞെട്ടിയത് ആരുമായിരുന്നു. നീ എന്താ ഇവിടെ? ഗൗരവ ഒട്ടും കുറക്കാതെ തന്നെ ഇന്ദു ആരുവിനോട് ചോദിച്ചു. അമ്മ എന്തിനാ ഈ ടൈമിൽ പുറത്തു പോയത്? അമ്മയുടെ കൂടെ ആരാ പുറത്തുണ്ടായിരുന്നത്? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആര് തന്നെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ ഇന്ദു പറഞ്ഞു. അമ്മ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നില്ല. ഇവിടെ പലതും നടക്കും, അതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ച് നിന്റെ കാര്യം നോക്കി ജീവിച്ചോളണം, ഇല്ലെങ്കിൽ അത് നിനക്ക് നല്ലതിനാകില്ല. ആരവിനെ നോക്കി കണ്ണും മുഖവും ചുവപ്പിച്ച് ദേഷ്യത്തിൽ അത്രമാത്രം പറഞ്ഞ് ഇന്ദു ഇവിടുന്ന് ഇറങ്ങിപ്പോയതും ആദ്യമായി കണ്ട അവരുടെ ഇത്തരം ഭാവത്തിൽ ആര് സ്തബ്ധയായി നിന്നു. ആര്യവിന് ഇന്ദുവിന്റെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്നോട് ഇതുവരെ സ്നേഹത്തോട് പെരുമാറി എന്തു തന്നെയാണോ അതെന്ന് അവൾക്ക് സംശയം തോന്നി. ഒപ്പം വല്ലാത്ത സങ്കടവും. ഇനിയും ഇവിടെ നിന്നാൽ മഹി എണീക്കുമെന്ന ബോധം വന്നതും ആര് വേഗം റൂമിലേക്ക് പോയി. നീ ഈ നേരത്തെ എവിടെ പോയത് ആരുഷി? ബെഡിൽ ഉറക്കമിട്ട് കിടന്നിരുന്ന മഹി റൂമിലേക്ക് വന്ന ആര്യവിനെ നോക്കി മുശ്ചിലോടെ ചോദിച്ചു. ഞാൻ വെള്ളം കുടിക്കാൻ പോയതാ. ആര് പെട്ടെന്ന് വായിൽ വന്ന കള്ളം മഹിയോട് പറഞ്ഞു. മഹി മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ട് കാര്യം ശരിക്കും അറിയാതെ മഹിയോട് പറയുന്നത് നല്ലതല്ലെന്ന് തോന്നി ആര്യവിന്. ആര് പറഞ്ഞത് കേട്ട് മഹി നോക്കിയത് ടേബിളിലെ ജഗ്ഗിലേക്കായിരുന്നു. അത് ഈ വെള്ളം തണുപ്പല്ലേ, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാൻ പോയതാ. തന്നെ സംശയത്തിൽ നോക്കുന്ന മഹിയോടായി അത്രയും പറഞ്ഞ് ആര് വേഗം ബെഡിൽ പോയി കിടന്ന് കണ്ണുകൾ അടച്ചതും അവളോട് ചേർന്ന് മഹിയും കിടന്നു. തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന മഹിയുടെ തലയിൽ തലോടി ഉറക്കം വരാതെ ആര് കിടന്നു. അപ്പോഴും പെട്ടെന്നുള്ള ഇന്ദുവിന്റെ സ്വഭാവമായതിന്റെ കാരണം തേടുകയായിരുന്നു അവളുടെ മനസ്സ്. സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ നിദ്രാദേവി കടാക്ഷിക്കാതെ വെറുതെ മിഴികൾ പൂട്ടിക്കിടന്ന് ആര് നേരം വെളുപ്പിച്ചു. പതിവ് പോലെ എണീറ്റ് കുളിച്ചു മാറ്റി ആര് താഴെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എന്നത്തെയും പോലെ ഇന്ദുവും അടുക്കളയിലുണ്ടായിരുന്നു. താൻ വന്നതറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിച്ച് ജോലി ചെയ്യുന്ന ഇന്ദുവിനെ കണ്ടതും ആരുവിന്റെ ഉള്ളൊന്ന് വീങ്ങി. എത്രയായാലും സ്വന്തം അമ്മയുടെ സ്ഥാനത്തായിരുന്നു അവർ അവൾക്ക്. അമ്മേ, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ആരൊന്നും നടക്കാത്ത പോലെ ഇന്ദുവിനോട് ചോദിച്ചു. പുട്ടും കടലയും. ആരുവിനെ നോക്കാതെ തന്റെ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞു. ആ കൊള്ളാലോ, ഞാനും സഹായിക്കാം. അത് പറഞ്ഞ് ആര് കടലക്കറിക്കുള്ള തേങ്ങ ചിരകാൻ തുടങ്ങി. എന്തു കാര്യമായെന്ന് സംസാരിക്കുന്നില്ലെങ്കിലും ആരും അതൊന്നും കാര്യമാക്കാതെ ഇന്ദുവിനോട് ഓരോന്നും മിണ്ടിയും പറഞ്ഞു തന്റെ ജോലി തുടർന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതും ആര് റെഡിയായി മഹിക്കൊപ്പം സ്കൂളിലേക്ക് പോയി. തലേന്ന് രാത്രി ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ചിരുന്ന് ആരുവിന് സ്കൂളിലെത്തിയത് മുതൽ ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. കുറേയൊക്കെ പിടിച്ചു നിന്നെങ്കിലും തീരെ പറ്റാതെ ആയതും ആര് ക്ലാസ് എടുക്കുന്നത് നിർത്തി കുട്ടികളെ നോക്കാൻ ആയയെ ഏൽപ്പിച്ച് സ്റ്റാഫ് റൂമിലേക്ക് വന്നു. നീ ഇരുന്നുറങ്ങുന്നോ? സ്റ്റാഫ് റൂമിലേക്ക് വന്ന കാർത്തിക ഡെസ്കിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ആര്യവിനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതിൻ്റെയാ. ആ
ഉറങ്ങേണ്ട നേരത്തെ കിടന്ന് ഉറങ്ങണം, അല്ലാതെ വേറെ വല്ല പണിക്ക് പോയാൽ ഇങ്ങനെ ഇരിക്കും. മനുഷ്യന്മാരായാലേ കുറച്ച് കൺട്രോളൊക്കെ വേണം. ആര് പറഞ്ഞത് കേട്ട് അവളെ നോക്കി അർത്ഥം വെച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ട് കാർത്തിക പറഞ്ഞതും ആരവളെ നോക്കി പല്ല് കടിച്ചു. ദേ കാർത്തു, നീ കുറെ അതിനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ആഹാ അമ്പടി, ഇപ്പൊ കുറ്റം എനിക്കായല്ലേ? നിങ്ങൾ തന്നെ ഓരോ നോപ്പിച്ച് വെച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാനിതിൽ നിരപരാധിയാണ് മോളെ. എന്റെ പൊന്ന് കാർത്തു, ഇതൊന്നും അല്ല. അത് പറഞ്ഞ ആരും ഇന്നലെ ഉണ്ടായതും തന്റെ മനസ്സിലുള്ളതെല്ലാം കാർത്തുവിനോട് പറഞ്ഞു. അവളോട് പറഞ്ഞു കഴിഞ്ഞതും ആരുവിന് മനസ്സിന് തെല്ലൊരു ആശ്വാസം കിട്ടും പോലെ തോന്നി. എടി, നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ടല്ലോ. ഇനി അവർ വല്ല പകയും പ്രതികാരം തീർക്കാൻ ഇറങ്ങിയതാകൂ. എന്തിന്? ഒരു പക്ഷേ അവരായിരിക്കും സൂര്യസാറിനെ സ്നേഹിച്ചത്. പക്ഷേ സാറ് സ്നേഹിച്ചത് നിന്റെ മഹിയേട്ടൻ്റെ അമ്മയല്ലേ? താൻ സ്നേഹിച്ച ആളെ കിട്ടാതെ ദേഷ്യത്തിലും പകയിലും ചെയ്തതാകും. ചിലപ്പോൾ ആ ചെകുത്താൻ്റെ അമ്മയെ കൊന്നതാണെങ്കിലും അവര്. കാർത്ത് എന്തൊക്കെയോ ആലോചിച്ചെടുത്ത് വലിയ കാര്യം പോലെ പറഞ്ഞു. ഏയ്, അമ്മ അങ്ങനൊന്നും ചെയ്യില്ല. ഒരാളെ കൊല്ലാനൊന്നും അമ്മയെ കൊണ്ട് പറ്റില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്ത്രീ മഹിസാറിന്റെ അച്ഛൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമല്ലേ മഹിസാറ് സൂര്യസാറും തമ്മിൽ അകന്നതും മഹിസാറ് താന്തോന്നിയായി മാറിയതൊക്കെ. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ അമ്മക്ക് മഹിയേട്ടന് അത്രയ്ക്ക് ജീവനാണ്. കാർത്ത് പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ പറ്റാതെ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്നുള്ളേ. ഇന്നത്തെ കാലത്ത് സ്വന്തം നേലിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അത്രയും പറഞ്ഞ് കാർത്ത് മൂടിക്കെട്ടിയിരിക്കുന്ന ആരുവിനൊന്ന് നോക്കി. സോറിഡി, എന്നാലും ഞാൻ നിന്നെ കുറച്ച് നിമിഷത്തെങ്കിലും തെറ്റിദ്ധരിച്ചു. അല്ല, തെറ്റിദ്ധരിച്ചതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നും അങ്ങനെയാണല്ലോ. ആരുവിന്റെ മൈൻഡ് മാറ്റാനായി മനപ്പുറവും അവളെ കളിയാക്കിക്കൊണ്ട് കാർത്തു പറഞ്ഞു. എനിക്കും വരടി പിശാച് ഒരു ദിവസം. ആര് തന്നെ കളിയാക്കി ചിരിക്കുന്ന കാർത്തുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ വരും, എന്റെ മോള് നോക്കിയിരുന്നോ. ബാഗിലേക്ക് ആവശ്യ സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കാത്തു പറഞ്ഞു. നീ ഇതെവിടെ പോവാ? ഞാൻ വീട്ടിൽ പോവാടി. മുതശ്ശിക്ക് വയ്യ, ശ്വാസം മുട്ടൽ കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സ്ഥിരം കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷം വരിക. എന്നാ നിനക്കിന്ന് ലീവ് എടുത്തുകൂടായിരുന്നു കാർത്തു? ആ, നല്ല കഥയായി. ഉച്ച വരെ വന്നാലേ അതുവരെയുള്ള സാലറിയെങ്കിലും ഉണ്ടാകില്ലേ? വെറുതെ ലീവ് എടുത്താല് അതും കിട്ടില്ല. ഇപ്പൊ പഴയ പോലെയല്ല, എല്ലാത്തിനും നല്ല വിലയാ. എനിക്ക് ഈ കിട്ടുന്നത് തന്നെ മുത്തശ്ശിയുടെ മരുന്നിനും ചെലവിനും കിച്ചുവിന്റെ പഠിത്തത്തിനും ഒന്നും തികയില്ല. ചിരിച്ചുകൊണ്ട് കാർത്തിക പറയുന്നത് കേട്ട് ആര് വിഷമത്തിൽ അവളെ നോക്കി. തനിക്ക് സാലറി കിട്ടുമ്പോൾ അതിൽ പകുതി അവൾക്ക് കൊടുക്കാറുണ്ടെങ്കിലും ആളൊരു ദുരഭിമാനി ആയതുകൊണ്ട് തന്നോട് മാത്രമല്ല ആരുടെ കയ്യിൽ നിന്നും പണം അവൾ വാങ്ങാറില്ല. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മുൻപ് ഓരോരുത്തരെ സഹായിക്കാൻ ചെല്ലുമെങ്കിലും അവരുടെയൊക്കെ ഉദ്ദേശം അവരുടെ ശരീരമാണ്. ആ ദുരനുഭവമാവാം അവൾ ഇങ്ങനെയൊക്കെ ആക്കിയതും.